ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനം, ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം. ഇന്നലത്തെ 1-ാം അധ്യായത്തിൻ്റെ തുടർച്ച. നിഗമതൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂയുഭാവുകാം. എല്ലാ ശാസ്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ശ്രവണം ആവശ്യമാണെന്ന് പറയുന്നത്. സർവശാസ്ത്രഫലസ്വരൂപമാണിത്. അതുകൊണ്ട് പരമാതുരത്തോടെ ഇതിനെ കേൾക്കേണ്ടതാണെന്ന് ഈ പദ്യം കൊണ്ട് പറയുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെ സമ്പാദിപ്പാനുള്ള മാർഗങ്ങളെ നന്നായി ഉപദേശിക്കുന്നതിനാൽ നിഗമയതി, ബോധേതി ബോധിപ്പിക്കുന്നു എന്ന കാരണത്താൽ നിഗമം എന്ന് വേദത്തിനു പേർ സിദ്ധിച്ചു. ഏതേതിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ നൽകുന്നതായ വേദത്തെ തന്നെ കൽപ്പകവൃക്ഷമായി കൽപ്പിച്ചിരിക്കുന്നു. ശുകം എന്ന വാക്കിന് കിളി എന്നുകൂടെ അർത്ഥമുണ്ട്. ശ്രീ ശുഖബ്രഹ്മർഷിയാകുന്ന കിളി സർവരസങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ഭാഗവത മാധുര്യത്തെ ആസ്വദിച്ച് ലോകോപകാരത്തിനായി ശിഷ്യ പ്രശിഷ്യ പരമ്പരയായിട്ട് ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ജന്മസാഫല്യത്തിന് എളുപ്പവഴി കണ്ടുപിടിപ്പാൻ സാമർഥ്യമുള്ള ഹേ രസികന്മാരെ, ശ്രീ ശുഖബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്ന് ഭൂലോകം മുഴുവൻ വ്യാപിച്ചതും അമൃതധാരയുടെ രസത്തോടു കൂടിയതും സർവാഭീഷ്ടത്തെയും നൽകുന്ന വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ രസം തന്നെ സ്വരൂപത്തെ ധരിച്ച് ഫലമാകാതെ പരിണമിച്ചുണ്ടായ ശ്രീമദ് ഭാഗവതത്തെ മുക്തി സിദ്ധിച്ചിരിക്കുന്ന അവസരത്തിൽ കൂടെ വീണ്ടും പാനം ചെയ്യുവിൻ. വൈകുണ്ഠത്തിലുള്ളതായ ഈ ഭക്തിമഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന ഭാഗവതം ശ്രീ നാരദമുനിയുടെ കരുണയാൽ എനിക്ക് വേദവ്യാസർക്ക് സിദ്ധിച്ചു. ഞാനിതിനെ എൻ്റെ ആത്മജനായ ശുഗന് ഉപദേശിക്കും. ആ വഴിക്ക് ശിഷ്യപരിശിഷ്യദ്വാര ലോകത്തിലെങ്ങും ഇത് പരക്കും. ജീവൻ മുക്തന്മാരും ഇതിനെ ഉപേക്ഷിക്കുകയില്ല എന്ന മേൽ വരാൻ പോകുന്ന സംഗതിയെ വ്യാസൻ സർവജ്ഞനായകയാൽ ഗ്രന്ഥാരംഭത്തിൽ തന്നെ അറിയുകയും അതിനെ ശ്ലോകരൂപേണ നിർബന്ധിക്കുകയും ചെയ്തുവെന്ന് ധരിക്കണം. ഇതിൽ ഉപേക്ഷിക്കത്തക്കതായ അംശം ഏതുമില്ലെന്ന് കാണിപ്പാൻ രസം എന്ന വിശേഷണം. രസമാണെങ്കിൽ ആയത് പദാർത്ഥത്തിൽ ചേർന്നിരിക്കുന്നതല്ലാതെ പ്രത്യേകമായി കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് ഫലം എന്നുകൂടെ വിശേഷണം ചേർത്തി. അപ്പോൾ രസം തന്നെ ഫലരൂപത്തെ എടുത്തു. ഈ ഫലം മുഴുവനും രസം മാത്രമാകിയാൽ ത്യജിക്കത്തക്കതായ മേൽത്തൊലിയോ അണ്ടിയോ ഒന്നും ഇതിലില്ല. ആനന്ദം മാത്രമാണ് ഇതിൻ്റെ സ്വരൂപം. അതുതന്നെയാണ് ജീവൻ മുക്ത നില. ആകയാൽ കർമ്മയോഗത്തെ പോലെ മുക്തിയനന്തരം ത്യാജ്യം എന്ന ദോഷം ഇതിനില്ല. ആ യോഗ്യതയെ എല്ലാവർക്കും അറിയുവാൻ കഴിയുകയില്ല. അഭിജ്ഞന്മാരും രസജ്ഞന്മാരുമായിരിക്കുന്ന പുണ്യവാന്മാർ മാത്രമേ അറിയുകയുള്ളൂ സാരം. വിഷ്ണുപരമായ അർത്ഥം. അതിന് യോഗ്യമായ പദവിഭാഗം നിഗമ കൽപ്പതരോ ഗളിതം ഫലം സുഖമുഖാൽ അമൃത ദ്രവസംയുതം പിബത ഭാഗവതം രസം ആലയം മുഹു രസികാ ഭുവി ഭാവുക. അന്വയം. രസികാ ഭാവുക നിഗമകൽപ്പതരോ ഭുവി ഗളിതം ഫലം സുഖമുഖാൽ അമൃത ദ്രവസംയുതം രസം ഭാഗവതം മുഹു ആലയം പിബത. അന്വയാർത്ഥം. അല്ലയോ രസികന്മാരായ ഭാവുകന്മാരെ, നിഗമകൽപ്പതരുവിൻ്റെ ഭൂവിൽ ഗളിതമായ ഫലമായും സുഖമുഖത്തായും അമൃതദ്രവ സംയുതമായും രസമായും ഇരിക്കുന്ന ഭാഗവതത്തെ നിങ്ങൾ പിന്നെയും ലയം വരെ പാനം ചെയ്യുവിൻ. പദാർത്ഥം. രസികന്മാർ രസത്തെ നന്നായി അറിയുന്നവർ. ഭാവുകന്മാർ വിദ്വാൻമാർ അഥവാ സത്തിനെയും അസത്തിനെയും വേർതിരിച്ചറിഞ്ഞ് ഭാവന ചിന്ത ചെയ്യുന്നവർ. നിഗമകൽപ്പതരു വേദമാകുന്ന കൽപ്പവൃക്ഷം. ഭുവി ഭൂമി. വൃന്ദാവന പ്രദേശം എന്ന പ്രകൃതത്തിന് യോജിച്ച അർത്ഥം. ഗളിതം വീണത്, വന്നിരിക്കുന്നതെന്ന് സാരം. സുഖമുനിയുടെ മുഖത്താൽ അധിക്കപ്പെട്ടത്, വർണ്ണനയ്ക്ക് വിഷയമായി സ്വീകരിക്കപ്പെട്ടതെന്ന് സാരം. അഥവാ ശുഗർ ആദിയായ മുനിമാരാൽ ആസ്വദിക്കപ്പെട്ടത് എന്നും ആവാം. അമൃതദ്രവ സംയുതം. അമൃതദ്രവത്തോട് നവനീതത്തോടു കൂടിയത്, കയ്യിൽ ധരിച്ച വെണ്ണയോടു കൂടിയത് എന്ന് സാരം. അഥവാ അമൃതത്തോടുകൂടെ വെണ്ണയും കയ്യിലെടുത്ത് ദ്രവത്തോടു കൂടിയത്, ഓടുന്നത്, അല്ലെങ്കിൽ ഭക്തന്മാരിൽ ദ്രവത്തോടും ആർദ്രതയോടും കൂടിയത്, ഭക്തന്മാരിൽ കരുണയുള്ളത് എന്നും ആവാം. ഭക്തപ്രിയൻ എന്നു സാരം. രസം ആനന്ദം അഥവാ രസമൂർത്തി, രസസ്വരൂപൻ. ശൃംഗാര, വീര, രൗദ്ര, ഹാസ്യ, ദയാ, ഭയാനക, ബീഭത്സ, ശാന്ത, പ്രേമ, ഭക്തി എന്ന 10 രസങ്ങൾ തന്നെ സ്വരൂപമായവൻ എന്നർത്ഥം.
ഭാഗവതം ഭഗവാന്റെ സ്വരൂപം. ലയം മോക്ഷം. പാനം ചെയ്യുക, കുടിക്കുക, ആസ്വദിക്കുക എന്ന് സാരം. മേൽ കാണിച്ച പദാർത്ഥങ്ങളെ കൂലങ്കഷമായി പരിശോധിച്ചാൽ കിട്ടുന്ന സാരം. അല്ലയോ വിദ്വാൻമാരെ, നിങ്ങൾ മുക്തിപര്യന്തം ശ്രീ ഭഗവാന്റെ, കൃഷ്ണന്റെ, നന്ദകുമാരന്റെ രമണീയ സ്വരൂപത്തെ ധ്യാനദൃഷ്ടിയാൽ കണ്ട് അനുഭവിച്ച് ആനന്ദിക്കുവിൻ. നിർഗുണ ബ്രഹ്മം ധ്യാനത്തിന് വിഷയമല്ലാത്തതിനാൽ ഭക്തന്മാരെ അനുഗ്രഹിപ്പാനായി സ്വേച്ഛയാ സ്വീകരിച്ച വേണുഗോപാല സ്വരൂപത്തെ നിരന്തരം ധ്യാനിച്ച് ഹൃദയത്തിൽ കാണുവിൻ എന്നന്വയം. ആ സ്വരൂപം എവിടെയാണ് ആദ്യം വിഹരിച്ചത്? വൃന്ദാവന പ്രദേശത്തിൽ. അതു കേവലമായ മാനുഷരൂപമെന്ന് നിങ്ങൾ കരുതണ്ട. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ഫലമാണ് ആ സ്വരൂപം. വേദത്തെ കൽപ്പകവൃക്ഷമായി കരുതണം. എന്തുകൊണ്ടെന്നാൽ ധർമാർത്ഥകാമമോക്ഷങ്ങളാകുന്ന നാലു വിധ പുരുഷാർത്ഥങ്ങളെ സാധിപ്പാനുള്ള ഉചിത മാർഗങ്ങളെ ഉപദേശിക്കുന്നതുകൊണ്ട് ആർ എന്താഗ്രഹിക്കുന്നുവോ അവർക്ക് അതിനെ നൽകും. അതിനാൽ ആ വേദം കൽപ്പകവൃക്ഷം തന്നെ. എന്നാൽ ഇന്ദ്രാദി ദേവന്മാരെ ഉപാസിപ്പാൻ വേദം ഉപദേശിക്കുന്നില്ലയോ? അപ്പോൾ ആ ദേവന്മാരും അതിൻ്റെ ഫലങ്ങളല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ആദ്യത്തെ 3 പുരുഷാർത്ഥങ്ങളും ക്ഷയിഷ്ണുക്കളും നശ്വരങ്ങളുമാകിയാൽ അവ നികൃഷ്ടങ്ങളാണ്. ഉത്തമ പുരുഷാർത്ഥം മോക്ഷമാണെന്നാണ് വേദസിദ്ധാന്തം. മോക്ഷസ്വരൂപനാണ് കൃഷ്ണൻ. കൃഷ്ണോപാസകന്മാർക്ക് മാത്രമേ മോക്ഷം സിദ്ധിക്കുകയുള്ളൂ. അതിനാൽ ക്ഷുദ്രങ്ങളായ അർദ്ധാദികളെ നൽകുവാൻ മാത്രം അർഹന്മാരായ ഇന്ദ്രാദിദേവന്മാരെ വേദകൽപ്പ വൃക്ഷത്തിന്റെ ശാഖകളായും അവരാൽ നൽകപ്പെടുന്ന സ്വർഗാദി ഫലങ്ങളെ പല്ലവ പുഷ്പാദികളായിട്ടും മാത്രമേ വേദം നിശ്ചയിച്ചിട്ടുള്ളൂ. ഫലസ്വരൂപൻ ശ്രീകൃഷ്ണൻ മാത്രമാണ്. ആകയാൽ രസിക ഭാവുകന്മാരായവർ ശ്രീകൃഷ്ണനെ തന്നെ ഭജിക്കണം. നിഗമയതി ബോധയതി അറിയിപ്പിക്കുന്നു. പുരുഷാർത്ഥോചിത മാർഗങ്ങളെ ഉപദേശിക്കുന്നു. അതുകൊണ്ടാണ് നിഗമം എന്ന വേദത്തിന് പേർ വന്നത്. ഈ അർത്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് മേൽ കാണിച്ച അർത്ഥവികൽപ്പനം. വേറൊരു വിധത്തിലും അർത്ഥം പറയാം. നിഗമയതി നിതരാം പ്രാപയതി, ഏറ്റവും പ്രാപിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രാപിപ്പിക്കുന്നു. ജീവന് മോക്ഷപര്യന്തമുള്ള പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുവാൻ സമുചിതമായ മനുഷ്യ ശരീരത്തെ നിഗമം എന്ന് പറയാം. അതിനാൽ മനുഷ്യജന്മമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ഫലം ശ്രീകൃഷ്ണലാഭമാണ്. മറ്റ് പുരുഷാർത്ഥപ്രാപ്തി കൊണ്ട് ജന്മ ജരാമരണാദി ദുഃഖബഹുലമായ സംസാരത്തിന് നിവൃത്തി കിട്ടുകയില്ല. കൃഷ്ണപ്രാപ്തി കൊണ്ട് മാത്രമേ ദുഃഖങ്ങളുടെ ആത്യന്തിക നാശവും ആനന്ദപ്രാപ്തിയുമാകുന്ന മോക്ഷം സിദ്ധിക്കുകയുള്ളൂവെന്ന് വേദശിരസായ ഉപനിഷത്തുക്കളും പുരാണങ്ങളും അനുഭവജ്ഞന്മാരായ ഋഷികളും പലവിധത്തിൽ പൂർവപക്ഷ സിദ്ധാന്തപക്ഷങ്ങൾ ചെയ്തുറപ്പിച്ചിരിക്കുന്നു. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭങ്കുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. ദേഹികൾക്ക് മനുഷ്യജന്മം ലഭിക്കുക എന്നത് വളരെ ദുർലഭം. ആ മനുഷ്യ ശരീരമോ ബഹുകാലം നിൽക്കുന്നതുമല്ല. മനുഷ്യത്വം സിദ്ധിച്ചാൽ തന്നെ വിഷ്ണുഭക്തന്മാരെ കണ്ടുകിട്ടുന്നത് അതിനേക്കാൾ ദുർലഭം. ഭക്തന്മാരുടെ സംസർഗം കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാകുക. അതിനുള്ള അവസരം മഹാദുർലഭം. അതുകൊണ്ട് മനുഷ്യ ശരീരമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഫലം ശ്രീകൃഷ്ണപ്രാപ്തിയാകയാൽ നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുവിൻ എന്ന് സാരം. വേദാദികളെ മുഴുവനും പഠിച്ചറിഞ്ഞ ശ്രീ ശുക നാരദാദി മുനിമാരും ആസ്വദിക്കുന്നത് ശ്രീകൃഷ്ണനെയാണെന്ന് ശുകൻ മുതലായവരാൽ അനുഭവിക്കപ്പെടുന്നത് എന്ന് കാണിച്ചതിന്റെ സാരം. അതിന്മീതെ പ്രാപിക്കത്തക്കതായിട്ടൊന്നുമില്ല എന്ന് കാണിപ്പാനാണ് വേദാനാം ചേഹ സാംഗാനാം ഇതിഹാസ പുരാണയോ അധ്യാപനാദി സാഫല്യം ശ്രീകൃഷ്ണം ഭജതാം ഭവിൽ അധീത്യ ചതുരോ വേദാൻ യോന ധ്യായേത കേശവം വൃഥാശ്രമോ ഭവേത്തസ്യ പിഷ്ടം പിഷ്ടപദോ യഥാ. വേദാംഗങ്ങള് ഇതിഹാസങ്ങള് പുരാണങ്ങള് ഇവയെ പഠിപ്പിക്കുക മുതലായതുകൊണ്ടുള്ള ഫലം ശ്രീകൃഷ്ണനെ ഭജിക്കുന്നവർക്ക് സിദ്ധിക്കും. 4 വേദങ്ങളെ പഠിച്ചിട്ടും ശ്രീകൃഷ്ണനെ ധ്യാനിക്കാത്തവന്റെ അധ്യയനാദികൾ വ്യർത്ഥമായ പരിശ്രമം മാത്രം. അരച്ചതിനെ തന്നെ അരയ്ക്കുന്നവന്റെ അനുഭവമാണവർക്കുള്ളത്. ഇനിയും ജനിക്കുകയും പഠിക്കുകയും മരിക്കുകയും തന്നെ ഫലം എന്നു സാരം. ഭഗവാൻ ബ്രഹ്മകാൽസ്നേന ത്രിയന്വീക്ഷമനീഷയാ തഥസ്യവസ്ഥയിൽ കൂടസ്ഥോ രതിരാത്മന്യതോ ഭവേൽ. സകല വേദഭാഗങ്ങളെയും 3 പ്രാവശ്യം മനസ്സിരുത്തി പരിശോധിച്ച ബ്രഹ്മാവ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് പരമാത്മാവിൽ പരമപ്രേമം ഉണ്ടായാൽ മുഴുവൻ വേദാർത്ഥവും അനുഷ്ഠാനത്തിൽ വന്നു കഴിഞ്ഞുവെന്നാണ്. എന്നാൽ ദ്വിതീയം 2:34 പറയുന്നുണ്ട്. ഭാഗവതം ദശമത്തിൽ ദാന വ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമൈ ശ്രേയോഭിർവിധേശ്ചാന്യേ കൃഷ്ണേ ബദ്ധി സാധ്യതേ. ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, വേദപാഠം, ഇന്ദ്രിയ നിഗ്രഹം ഇതുപോലെയുള്ള പലവിധങ്ങളായ ശ്രേയസാധനങ്ങൾ കൊണ്ടും സാധിക്കേണ്ടതായ കാര്യം ശ്രീകൃഷ്ണഭക്തി എന്ന ഒന്നു മാത്രമാണ്.
അതൊന്നുണ്ടായാൽ സർവ പുണ്യകർമ്മങ്ങളുടെയും ഫലം സിദ്ധിച്ചു. ഇല്ലെങ്കിൽ അനുഷ്ഠിച്ചതായ ആ കർമ്മങ്ങളൊന്നും ഫലിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത് നിഷ്കർഷിക്കുന്നതെന്നു കാണിപ്പാൻ രസം എന്ന വിശേഷണം രസോ വൈ സ രസം ആനന്ദം എന്നത് അവൻ തന്നെയാകുന്നു. നദികളുടെ ഒഴുക്കം സമുദ്രപര്യന്തം എന്നതുപോലെ ആനന്ദ സമുദ്രമായ അവനെ ശ്രീകൃഷ്ണനെ പ്രാപിച്ചാൽ മാത്രമേ പോക്കും വരവും ഇല്ലാത്തതായ ജനനമരണമില്ലാത്തതായ കൈവല്യനില കിട്ടുകയുള്ളൂ. ശ്രീകൃഷ്ണൻ രസമൂർത്തിയാണെന്ന് മല്ലാനാമശനിർണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സജനോ സദാം ക്ഷിതിഭുജാം ശാസ്താസപിത്രോ ശിശു മൃത്യോർഭോജപതിർ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗജസാഗ്രജ എന്ന് ദശമത്തിൽ കംസവധഘട്ടത്തിൽ മല്ലരംഗത്തിൽ പ്രവേശിച്ച ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചതിൻ്റെ അർത്ഥം നോക്കിയാൽ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചത് നന്നായി ധരിക്കാം. ശ്രീകൃഷ്ണ രസഭാവത്തെ വിസ്തരിക്കുന്നതായാൽ പുസ്തകം അതിവിപുലമാകുന്ന ഭയത്താൽ അതിന് പുറപ്പെടാതെ വിരമിക്കുന്നു. ശ്രീകൃഷ്ണൻ കാരുണ്യമൂർത്തിയും ഭക്തവത്സനുമായതുകൊണ്ട് മനുഷ്യലീലയാൽ ഭക്തജനങ്ങളുടെ ഹൃദയത്തെ കവരുന്നവനാണെന്ന് കാണിപ്പാൻ അമൃതദ്രവ സംയുതം എന്ന വിശേഷണം. വെണ്ണ കയ്യിലെടുത്തോടുന്നവൻ എന്ന ബാലലീലാവർണ്ണനപരമായ അർത്ഥം. വെണ്ണകട്ടുണ്ണിയെ കാണുമാറാകണം എന്ന ഭക്തിഗാനം മലയാളികളിൽ കേൾക്കാത്തവരുണ്ടാകുകയില്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന ഭഗവദ്വാക്യാനുസരണം അമൃതന്മാർ നശിക്കാത്തവർ ഭക്തന്മാരെന്നും അർത്ഥമാവാം. അവരിൽ ദ്രവം അനുരാഗമുള്ളവർ. ദ്രവം അനുരാഗം എന്നർത്ഥം നാമമാലയിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തവത്സലൻ എന്നു സാരം. ഭജനം ഒരു കാലത്തും വിഫലമാകയില്ല. ഭക്തിമാൻവേ പ്രിയോത്തര, ഭക്തിയുള്ളവൻ എൻ്റെ പ്രിയനാണെന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം ആനന്ദസ്വരൂപനും ഭക്തവത്സലനും വൃന്ദാവന വിഹാരലോലനുമായ ഗോപാലകൃഷ്ണനെ നിരന്തരം ഭജിക്കുവിൻ. ഭാഗവതം 12 സ്കന്ധങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന വിഷയങ്ങളിൽ സ്ഥായി രസം ഭക്തിയാണ്. ശൃംഗാരാദി രസങ്ങൾ അവിടെ കാണിക്കുമെങ്കിലും ഭക്തിക്ക് തന്നെ പ്രാധാന്യം. ആ സാരത്തെ ഈ 3-ാമത്തെ പദ്യത്തിൽ സംക്ഷേപരൂപേണ കാണിച്ചു. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയശൗനകാതയാ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദാം. നൈമിഷമെന്നു പേരായ വിഷ്ണുക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്തിൽ ശൗനകൻ മുതലായ മുനിമാർ ശ്രീഹരിയെ പ്രാപിക്കണമെന്നുള്ള സങ്കല്പത്തോടുകൂടെ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായ സത്രം എന്നു പേരുള്ള ഒരുവിധം യാഗം ആരംഭിച്ചു. സ്വർഗത്തിൽ കീർത്തിക്കപ്പെടുന്നവൻ സ്വർഗായൻ, ശ്രീഹരി, ലോകം പ്രാപ്യസ്ഥാനം. ശ്രീഹരിയാകുന്ന പ്രാപ്യസ്ഥാനം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നാണ് ശ്രീധരാചാര്യ അഭിപ്രായം. വൈകുണ്ഠലോകം കിട്ടുവാൻ എന്നും വ്യാഖ്യാനിക്കുന്നതിന് വിരോധമില്ല. കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ യോഗ്യമായ സ്ഥലം ഏതെന്ന് ഉപദേശിപ്പാൻ ബ്രഹ്മാവിനോട് മുനിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചക്രം ഏതു സ്ഥലത്തെത്തുമ്പോൾ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുവോ ആ സ്ഥലം പുണ്യമാണെന്ന് പറഞ്ഞ് മനസാ സൃഷ്ടിച്ച സൂര്യസങ്കാശമായ ചക്രം ബ്രഹ്മാവ് മുനിമാർക്ക് നൽകി. അതിനെ ഉരുട്ടിക്കൊണ്ടുപോയപ്പോൾ ഒരേയിടത്തു ചെന്ന സമയം അത് പൊട്ടിയുടഞ്ഞുപോയി. ആ സ്ഥലത്തെ നേമിചക്രം ശീർണമായ സ്ഥലം എന്ന് പറഞ്ഞു വരുന്നു. ഈ കഥ വായുപുരാണത്തിൽ കാണും. ഏകദാതുമുനയ പ്രാതർഹുദാഹുദാഗ്നയാം ചൽക്കൃതം സൂതമാസീനം പ്രപ്രച്ഛുരിതമാതിരല്ല. ഒരു നാൾ ആ മുനിമാർ പ്രാതകാലത്ത് സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിച്ച് നിത്യാഗ്നിഹോത്രവും ചെയ്ത ശേഷം സന്തോഷത്തോടെ ഇരിക്കുന്ന സൂതന്റെ സമീപത്ത് ചെന്ന് സൽക്കരിച്ച ശേഷം ആദരത്തോടെ പറഞ്ഞു, ഋഷയാവുജോ ത്വയാഖലു പുരാണാനി ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുതാം. ഋഷിമാർ പറഞ്ഞു, ആവശ്യമുള്ള സംഗതിയെ ചോദിപ്പാൻ ഭാവിക്കുന്ന ഋഷികൾ സൂതന് ധർമ്മശാസ്ത്രാദികളെല്ലാം നന്നായ അറിവുണ്ടെന്ന് ഇതുമുതൽ 3 പദ്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായ അന്തരംഗമുള്ള ഹേ സൂത, ഭാരതാദികളായ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം നീ നന്നായി അറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അന്യരെ ധരിപ്പിക്കുവാനായി അവയുടെ അർത്ഥം ഏവർക്കും അറിയത്തക്ക വിധം വ്യാഖ്യാനിക്കുക കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. ജ്ഞാനിവേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേചമുനയ സൂതാപരാപരവിധോ വിദോ. വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയും സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ വേദത്വം സൗമിര തൽസർവം തത്വസ്തദ്ഗ്രഹാൽ ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുതാ. ഹേ സാധുശീല, ആ വകയൊന്നും
ആചാര്യന്മാരുടെ അനുഗ്രഹം നിന്നിലുണ്ടായതുകൊണ്ട് അവരുടെ ഉപദേശപ്രകാരം നീയും അറിഞ്ഞിരിക്കുമല്ലോ. സ്നേഹമുള്ള ശിഷ്യനോട് ആചാര്യന്മാർ സാധാരണ ജനങ്ങളോട് പറയാൻ പാടില്ലാത്തതായ രഹസ്യകാര്യം കൂടി തീർച്ചയായും പറയും. തത്ര തത്താഞ്ജതായുഷ്മൻ ഭവതായുദ്ധനിശ്ചിതം പുംസാമേകാന്തത സരേസ്തന്ന ശംസിമർഹസീ. ഹേ ആയുഷ്മൻ, അതാത് ഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യർക്ക് നാശരഹിതമായ ശ്രേയസ്സിനെ സാധിക്കുന്നതിന് മതിയായ അനുഷ്ഠാനം ഏതാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നുവോ അതിനെ ആർജവത്തോടുകൂടെ ഞങ്ങളോട് പറയണം. വക്താവായ സൂതന ദീർഘായുസ്സിനെ അനുഗ്രഹദ്വാര നൽകിയിരിക്കുന്നുവെന്നാണ് ആയുഷ്മൻ എന്ന സംബോധനയുടെ അഭിപ്രായം. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാ ഹിവദ്രുതാം ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശാം. ഹേ സഭ്യനായുള്ളവേ, ഈ കലിയുഗത്തിൽ പ്രായണ ജനങ്ങൾ അല്പായുസ്സുകളും ഉത്സാഹം കുറഞ്ഞവരും നന്നേ ബുദ്ധിയില്ലാത്തവരും ഭാഗ്യമില്ലാത്തവരും രോഗാദ്രുപദ്രവം അനുഭവിക്കുന്നവരുമായിട്ടല്ലേ കാണപ്പെടുന്നത്. അനേകം കർമ്മങ്ങളെ അനുഷ്ഠാനയോഗ്യങ്ങളായി പറയുന്നവയും പ്രത്യേകം കേൾക്കേണ്ടവയുമായ ശാസ്ത്രങ്ങളോ അനന്തങ്ങൾ. അതസാധോത്രയത്സാരം സമുദ്ദൃശ്യ മനീഷയാ ബ്രൂഹിന ശ്രദ്ധാനാനാം യേനാത്മാ സംപ്രസീദതി. ഞങ്ങൾ ബഹുശാസ്ത്രങ്ങളെ ശ്രവിപ്പാനോ ധരിപ്പാനോ നോക്കി അറിയുവാനോ ആയുസ്സും ഉത്സാഹവും ബുദ്ധിയും ഇല്ലാത്തവരായതുകൊണ്ട് പരാനുഗ്രഹത്തിൽ താല്പര്യമുള്ള ഹേ സാധോ, ആവക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാരത്തെ അങ്ങയുടെ ബുദ്ധിശക്തി കൊണ്ട് സമുദ്ധരിച്ച് കേൾപ്പാൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് ഭഗവാൻ പറയണം. ആ സാരം കേൾക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മനസ്സ് പരമശാന്തിയെ പ്രാപിക്കും. സൂത ജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വതാംബരി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ജിഗീർഷയാം തന്ന വർണ്ണിതം യസ്യാവതാരോ ഭൂതാനം ക്ഷേമായ ച ഭവായ ച. ഒന്നുകൂടെ ചോദിക്കുന്നു, ഹേ സൂത, നീ എല്ലാം അറിയുന്നുവല്ലോ. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീ നാരായണൻ എന്തു കാര്യം ചെയ്യുവാനാണ് വസുദേവന്റെ പുത്രനായിട്ട് ദേവകിയിൽ അവതരിച്ചത്? അത് കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ആ അവതാരത്തെയും ലീലകളെയും ക്രമത്തിൽ പറയണം. ഭഗവാന്റെ അവതാരം സകല പ്രാണികളുടെ രക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ. ആപന്ന സംസൃതിം ഘോരാം എന്നാമവിഷഗൃണൻ തതസദ്യോ വിമുച്ചേതായൽ ബിഭേരി സ്വയം ഭയം. ഭഗവാന്റെ പ്രഭാവം അതിശയം തന്നെ. മഹാഭയസ്ഥാനമായ സംസാരത്തെ പ്രാപിച്ചവൻ സങ്കടം നിമിത്തം അവശനായിട്ടായാലും യാതൊരു നാമത്തെ ഉച്ചരിച്ച ക്ഷണത്തിൽ സംസാര ദുഃഖത്തിന് തീരെ മുക്തനാകുന്നു. ഏതൊരുവന്റെ നാമത്തിൽ നിന്ന് സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ആ ഭഗവാന്റെ മഹിമ ആശ്ചര്യമല്ലേ. യൽ പാദസംശ്രയാസൂതാമുനിയ പ്രശമാനയാം യൽപാദസംശ്രയാസൂതാമുനിയ പ്രശമായനാം ചദ്യപ്പുനന്ത്യസ്പൃഷ്ടാ സ്വർദ്ധോന്യാപ്യോനുസേവയാം. സജ്ജനങ്ങളോടുള്ള ചേർച്ച ഗംഗാസ്നാനത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായ മുനിമാരോട് ചേരുന്നവരുടെ അന്ധകരണം ക്ഷണത്തിൽ ശുദ്ധമായി ഭവിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ഗംഗാജലമാകട്ടെ അധികകാല സേവ കൊണ്ട പരിശുദ്ധിയെ നൽകുന്നു. കോവാ ഭഗവതസ്യ പുണ്യശ്ലോകീഡ്യകർമ്മണ ശുദ്ധികാമോന ശൃണുയാദ്യശ കലിമലാഭം. പുണ്യശ്ലോകന്മാരായ മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യുവാൻ യോഗ്യങ്ങളായ അനേക കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കലിദോഷശാന്തികരമായ യശസ്സിനെ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ കേൾപ്പാൻ ആഗ്രഹിക്കയില്ല. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബുരുഹിന ശ്രദ്ധാനാം ലീലയാ തഥ കലാം. സ്വേച്ഛയാ ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ജീവാനുഗ്രഹ സമൃദ്ധങ്ങളായ സൃഷ്ടിയാദി വ്യാപാരങ്ങളെ അവയെ കേൾപ്പാൻ അതിശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് പറയണം. സ്വർഗാദി ലീലകളെയും പറയണമെന്ന് മൂന്നാമത്തെ പ്രശ്നം. അഥാഖ്യാഹി ഹരേ ധീമന്യവതാരകഥാശുഭ ലീലാവിദധ സ്വൈരമീശ്വരസ്യാത്മമായാം. ഹേ ബുദ്ധിശാലിയായ സ്തുത, ജീവാനുഗ്രഹത്തിനു വേണ്ടി സ്വേച്ഛപ്രകാരം മായാശക്തിയാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന 5 വിധം ലീലകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ ഹരിയുടെ മംഗളപ്രദകളായ മത്സ്യാദ്യവതാര കഥകളെയും പറയണം. വയന്തുന വിധാപ്യാമോത്തമ ശ്ലോക ക്രമേ യച്ഛ്ണുതാമസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഭഗവാന്റെ പരാക്രമാദി വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേൾക്കുന്നവരും അതിൻ്റെ രസം അറിയുന്നവരുമായവർക്ക് പദം തോറും ഉപരി ആനന്ദം അനുഭവമായി വരും. അപ്രകാരമുള്ള വീര്യാതിശയത്തെ എത്ര കേട്ടിട്ടും കേട്ടത് മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല.
കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവാം അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷാം. മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനും മഹാമഹിമയുള്ളവനുമായ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യങ്ങളല്ലാത്ത പരാക്രമ പ്രവൃത്തികളെ നടത്തിയിരിക്കുന്നുവല്ലോ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണാഗതായാം സക്ഷണാഹരേ. കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന സത്രത്തെ ആരംഭിച്ച് ശ്രീഹരിയുടെ കഥ കേൾപ്പാനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കയാകുന്നു. തന്ന സന്ദർശിതോ ധാത്രാദുസ്തരം നിസ്തീർഷതാം കലിം സത്വഹരം പുംസാം കർണധാരി വാർണവം. മനുഷ്യരുടെ സത്വഗുണത്തെയും അതുനിമിത്തമുണ്ടാകുന്ന മനഃശുദ്ധിയെയും നശിപ്പിക്കുന്നതും സാമാന്യന്മാർക്ക് ബലവൽ സഹായം കൂടാതെ കടക്കാൻ കഴിയാത്തതുമായ കലിയാൽ വ്യാപിക്കപ്പെട്ടതായ സംസാരത്തെ, സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പൽക്കാരൻ എന്ന പോലെ ഇരിക്കുന്ന നിന്നെ ദൈവം കാട്ടിത്തന്നു. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടമധുനോ വേദേ ധർമ്മക്കം ശരണം ഗതാം. ഒരു ചോദ്യം കൂടെ ചെയ്യുന്നു. ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്തും ധർമ്മത്തെ സംരക്ഷിച്ചും യോഗങ്ങൾക്കുള്ള ബലത്തെ ദാനം ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഈശ്വരനായ ഈ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ള സംഗതിയെയും പറയണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷോയോഗ്യാനേ പ്രഥമോധ്യായാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.